ഇതാ സൂത കിട്ടിക്കണേ. ഉള്ളിയും തക്കാളിയൊക്കെ അതിലിട്ട് സൂത അതിലിട്ട് കുഴച്ചിട്ടാണ് കറി വെക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് പൂള, കർമൂസ, മത്തിയൊക്കെ പാടൊരു കറി വെക്കുന്നുണ്ട്. നമ്മളൊക്കെ നോമ്പ് പറ്റണം. വൈകുന്നേരത്തേന് ഈ കറി വെക്കുകയാണ്. പിന്നെ തിങ്കളാഴ്ച ആകുമ്പോൾ മുസ്ലിമൊക്കെ പോകുമ്പോൾ വെച്ചതാണ്. ഈ കേസം പുളിവെള്ളം ഒഴിച്ചെടുക്കുകയാണ്. പുളി പറഞ്ഞ് ഇന്ന് ഞാനാണ് കറി വെക്കണേ. ഇന്ന് വെളിച്ചെണ്ണയിൽ വാട്ടണമൊന്നുമില്ല. വെളുത്തുള്ളി ഇഞ്ചിൻ്റെയൊക്കെ പേസ്റ്റാണ് ഇട്ടെടുക്കണത്. ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ട് അങ്ങനെ വെക്കാം. കറി ഇതാ അടുപ്പത്താണ് വെക്കണേ. ചോറ് വെക്കാൻ വേണ്ടി തീ കത്തിച്ചപ്പോൾ അടുപ്പിൽ നല്ല വിറകൊക്കെ ഉണ്ട്. അപ്പോൾ അടുപ്പത്ത് വെച്ച് കറി കലക്കി അടുപ്പത്ത് വെച്ചു. ഒരുപാട് സന്ധ്യയായി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നല്ല ഐസൊക്കെ വിട്ടിട്ട് നന്നാക്കിയിട്ട് അതൊന്ന് വെക്കാണ്ട് പാർട്സിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് പാർട്സിന് കൊടുക്കാണ്. മക്കളൊക്കെ വാങ്ങിയിട്ട് അതിലേക്കിടാം. പാർട്സ് നമ്മൾ കടായി പോലെ ആക്കുകയാണ്. അപ്പോൾ പാർട്സിൻ്റെ ലിവറുകളൊക്കെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക. ചിക്കൻ പാർട്സാണ്. പുരിഞ്ഞുകൊണ്ടങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പച്ചകളൊക്കെ നല്ലോണം പൊരിഞ്ഞ് ഉള്ളി തക്കാളിയൊക്കെ വാട്ടി അതിലേക്ക് ഇട്ടിക്കണം. നമുക്ക് അതിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസ് വെച്ചിട്ടുണ്ട്. മുളക് ചതച്ചത് 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചില്ലി ടോസ്റ്റ് കുറച്ച് ഇട്ടെടുക്കുകയാണ്. ഇങ്ങനെ നനച്ച് കൊടുക്കാം. മല്ലിയില, പുതിന, കരിയേപ്പൊക്കെ ഇട്ട് കൊടുക്കണം. കരിയേപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം നമ്മളുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനവും ഇങ്ങനെ. അതാ നമ്മളെ കടായി പാർട്സ് കടായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇനി പാർട്സ് കിട്ടുമ്പോൾ കടായി ഉണ്ടാക്കി നോക്കണ്ടി. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ നോമ്പ് വച്ചണ്. എൻ്റെ ഒരു മോള് നോമ്പ് വച്ചില്ല. അപ്പോൾ ഓള് കഴിച്ചു നോക്കി. അപ്പോൾ ഓള് പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.